വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസം BDS വിദ്യാർത്ഥി അനന്തുവിന്റെ ജീവനെടുത്തത് പോലീസ് 25ഓളം തവണ പെറ്റി കേസെടുത്ത് പിഴ ഈടാക്കിയിട്ടുള്ള ടിപ്പർ ലോറി. ഫെബ്രുവരി 23-നും അമിത ഭാരത്തിന് 250 രൂപ പിഴ ചുമത്തിയതായി കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ പരിവാഹൻ വെബ്സൈറ്റിൽ നിന്ന് വ്യക്തമാകുന്നു. ടിപ്പർ ലോറികൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ ചീറിപ്പായുകയാണ്. കഴിഞ്ഞ ദിവസം ടിപ്പർ ലോറി അപകടത്തിൽ തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു ജീവനും പൊലിഞ്ഞു. പനവിളയിൽ ടിപ്പർ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യമാണ് സംഭവിച്ചത്. മലയങ്കീഴ് സ്വദേശി സുധീറാണ് മരിച്ചത്. അമിത വേഗതയിലെത്തിയ ടിപ്പർ സ്കൂട്ടർ യാത്രികനെ ഇടിച്ചിടുകയായിരുന്നു. അപകടത്തിൽ ടിപ്പറിന്റെ ടയറുകൾ സുധീറിന്റെ തലയിലൂടെ കയറിയിറങ്ങിയതിനാൽ തൽക്ഷണം മരിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ശബ്ദമലിനീകരണത്തിനും മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയുള്ള ഓട്ടത്തിനും കഴിഞ്ഞ 14-ന് കാട്ടാക്കട സബ് RTO 2000 രൂപ പിഴ ചുമത്തിയിരുന്നു അനന്തുവിനെ അപകടത്തിൽപ്പെടുത്തിയ ടിപ്പറിന്. പിഴ അടച്ചാലും കൂടുതൽ ലോഡ് എത്തിച്ച് ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടിപ്പറുകളുടെ മരണപ്പാച്ചിൽ. അനന്തുവിന്റെ മരണകാരണം ലോറിയുടെ അതിവേഗവും മോശം റോഡുമാണ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. അനന്തുവിന്റെ സംസ്കാരം നടത്തി കുടുംബത്തിന് സർക്കാർ സഹായം ഉറപ്പാക്കുമെന്ന് അറിയിച്ച മന്ത്രി V ശിവൻകുട്ടി ഇക്കാര്യത്തിൽ അദാനി തുറമുഖ കമ്പനിയും സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്കുള്ള ലോഡുമായി ടിപ്പർ ലോറി പോകുമ്പോഴായിരുന്നു അപകടം. തമിഴ്നാട്ടിൽ നിന്ന് പാറയുമായി എത്തുന്ന ടിപ്പർ ലോറികൾ നിയമലംഘനങ്ങൾ നടത്തിയിട്ടും നടപടി സ്വീകരിക്കാൻ പോലീസോ മോട്ടോർ വാഹന വകുപ്പോ അതേസമയം അധികൃതരോ തയ്യാറാകുന്നില്ല എന്ന ആരോപണമുണ്ട്. വലിയ പാറക്കഷ്ണങ്ങൾ ഏത് നിമിഷവും പുറത്തേക്ക് തെറിച്ചു വീഴാവുന്ന നിലയിലാണ് വർഷങ്ങളായി ടിപ്പറുകൾ അതിർത്തി കടന്നു വരുന്നത്. അനുവദനീയമായതിലും ഇരട്ടിയിലധികം ഭാരവുമായി പായുന്ന ടിപ്പറുകൾ വഴിയാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും ഭീഷണിയാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 4-ന് പാറ ഇറക്കിയ ശേഷം തമിഴ്നാട്ടിലേക്ക് അമിത വേഗത്തിൽ പോയ ടിപ്പർ ലോറി ഗുഡ്സ് ഓട്ടോ ഇടിച്ചു തെറിപ്പിച്ചിരുന്നു. കളിക്കാവിള സ്കൂളിന് സമീപത്തായിരുന്നു അപകടം. ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തൊട്ടുപിന്നാലെ എത്തിയ മറ്റൊരു ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് ഒറ്റാമരത്തുള്ള വീടിന്റെ മതിൽ തകർത്തിടിച്ചു കയറിയ സംഭവവും ഉണ്ടായി. 2 മാസം മുമ്പുണ്ടായ ഒരു അപകടത്തിൽ പരിക്കേറ്റ സ്ത്രീയുടെ കാലും മുറിച്ചു മാറ്റേണ്ടി വന്നിരുന്നു. ഡോക്ടറായി അനന്തുവിനെ കാണാൻ കൊതിച്ച നാട്ടിലേക്കുള്ള അനന്തുവിന്റെ ഒടുവിലത്തെ മടക്കയാത്രയിൽ ഒരു നാട് മുഴുവൻ കണ്ണീരണിഞ്ഞു. മകന്റെ വേർപാടിൽ ഹൃദയം പൊട്ടിയുള്ള ഒരു അമ്മയുടെ കരച്ചിൽ ഒരു നാടിനെ കണ്ണീരിലാഴ്ത്തി. നെഞ്ചുപൊട്ടിക്കരയുന്ന ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനും നാട്ടുകാർക്ക് സാധിച്ചില്ല. കഴിഞ്ഞ ദിവസം രാവിലെ 8 മണിയോടെയാണ് മുത്തച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ അനന്തു കോളേജിലേക്ക് യാത്ര തിരിച്ചത്. ഡോക്ടർ അനന്തു എന്ന ബോർഡ് വയ്ക്കാൻ ഏറെ ആഗ്രഹിച്ച അനന്തു ഭവനിലേക്ക് 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും അനന്തു എത്തുന്നത് ചേതനയറ്റ ശരീരമായാണ്. അനന്തുവിന്റെ അച്ഛൻ അജികുമാർ മകന്റെ മരണവിവരം അറിഞ്ഞ് പുലർച്ചോടെ നാട്ടിലെത്തി. നെയ്യാറ്റിൻകര നിംസ് ഡെന്റൽ കോളേജിലെ 4-ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു അനന്തു. കോളേജിലെ പൊതുദർശനവും സങ്കടക്കാഴ്ചയായിരുന്നു. 100 കണക്കിന് ആളുകളാണ് മുക്കോലയിലെ അനന്തുവിന്റെ വീട്ടിലെത്തിയത്. സർക്കാർ നൽകുന്ന ഒരു ഉറപ്പിനും ഒരു പരിഹാരത്തിനും അനന്തുവിന്റെ ജീവൻ തിരികെ നൽകാനാകുമോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി. ഒരു കുടുംബത്തിന്റെ കണ്ണീരും വേദനയും ബാക്കിയാകുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.